നിയമപരമായ നല്ല ന്യായമുള്ള ഒരു ശിക്ഷ കിട്ടണം. കാരണം അത്ര വിഷമമുണ്ട്. ഈ ഷാരോൺ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഗ്രീഷ്മയെ സംശയിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അത് നിങ്ങൾക്ക് സുഹൃത്തിൻ്റെ രീതിയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അവൻ നല്ല വിശ്വാസമായിരുന്നു. കാരണം അവൻ ഇതേപോലെ ചതിക്കുമെന്ന് അവൻ വിചാരിച്ചിട്ടില്ല. അത്രയ്ക്ക് ആളെ വിശ്വസിച്ചിട്ടുണ്ട്. റെജിൻ്റെ മൊഴിയായിരുന്നു ഈ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ ഒരു പച്ചനിറം ഉണ്ടായിരുന്നു. അതാണ് ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു നിർണായകമായത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നു? അപ്പോൾ അതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടില്ല ഇതേപോലെ ആകുമെന്ന്. പക്ഷേ അന്നും ഛർദ്ദിച്ചപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എന്ത് പറ്റി. അപ്പോൾ അവൻ തന്നെ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും കഷായം ഫ്രൂട്ടിയും ചതിച്ചുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും എനിക്ക് തോന്നിയില്ല. പക്ഷേ ലാസ്റ്റ് മരിച്ചപ്പോഴാണ് സത്യം. അവൻ മരണസമയത്തും ആലോചിച്ചില്ല ഇവളാണ് ചതിച്ചതെന്ന് ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ഏതായാലും ഗ്രീഷ്മയുടെ അമ്മാവന് നിർമ്മൽ കുമാർ അമ്മ പ്രതിയല്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അമ്മ അതെനിക്കറിയത്തില്ല. മൂന്നാം പ്രതി സാക്ഷികൾ തെളിയിച്ചുകൊണ്ട് അങ്ങനെ ശിക്ഷ, അവൾക്ക് വലിയ ശിക്ഷ കിട്ടണം. അതാണ് നമുക്കിത്.